ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ഔഷധശാലയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ഇതോടൊപ്പം രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും നൽകി. വിജ്ഞാനമാത പള്ളിക്ക് എതിർവശമുള്ള റിവൈവൽ ആയുർവേദിക്സിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ഔഷധശാലയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ഇതോടൊപ്പം രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങളും നൽകി. വിജ്ഞാനമാത പള്ളിക്ക് എതിർവശമുള്ള റിവൈവൽ ആയുർവേദിക്സിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ആരംഭിച്ച ആയുർവേദ ചികിത്സാ സമ്പ്രദായം അത് പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ അതിൻ്റെ തനതായ രീതിയിലും പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ള വിഭവങ്ങളും സസ്യങ്ങളുമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് ആണ് ഇവിടെ ചികിത്സ നടത്തിയിരുന്നത്. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആയുർവേദത്തെ ആശ്രയിച്ച് മാത്രമായിരുന്നു പുരാതന കാലം മുതൽ മനുഷ്യര് ജീവിച്ചിരുന്നത്. അപ്പോൾ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് കഴിയുന്ന മനുഷ്യന് അല്ലെങ്കിൽ ജീവികൾക്ക് അത് ഏറ്റവും ഉത്തമമായ ഒരു ചികിത്സാ രീതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. ഡോക്ടർ സി ഡി സഹദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഏറ്റവും വളരെ സന്തോഷത്തോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നോടൊപ്പം 1 വർഷക്കാലം നെടുമുടി ഹോസ്പിറ്റലിൽ ട്രെയിൻ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ മീത പോൾ. വളരെയൊന്നും വഴക്ക് പറയാനില്ലാതിരുന്ന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മീത പോൾ എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. ഇന്നും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലൊരു സ്ഥാപനം എന്ന് തുടങ്ങാൻ സാധിച്ചത് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹമാണ്. എല്ലാ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രത്യേക ചികിത്സാ രീതികൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ചികിത്സാ രീതികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെല്ലാം കാണാൻ സൗന്ദര്യവർദ്ധകമായ പ്രത്യേക ചികിത്സാ രീതികളെല്ലാം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഡോക്ടർ മീത ഇവിടെ ചെയ്തപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ സ്ഥാപനത്തെ എന്ന് നോക്കിക്കാണുന്നത്. വരാൻ പോകുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെയ്യുന്നതാണേലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ചികിത്സയാണേലും എല്ലാ തരത്തിലുള്ള ചികിത്സകളും ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ ഈ സ്ഥാപനത്തെ ഒരുക്കിയെടുക്കാൻ ഡോക്ടർ മീതയ്ക്ക് കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ട പര്യാപ്തമായ അറിവുകൾ അത് ചെയ്യാൻ തക്ക ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മീത എന്നെനിക്ക് മനസ്സിലായി. അതനുസരിച്ചുള്ള സജ്ജീകരണ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. ഫാദർ അലീൻ പാറക്കൽ, കാരിക്കോട് നയനാരുപള്ളി ഇമാം നൌഫൽ കൗസരി, ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ബെൻസൺ നിരവത്തിനാൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, വൈദ്യരത്നം പ്രതിനിധി എം ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ഈ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് എല്ലാവരും ബോധ്യമാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ മനുഷ്യർ ചെയ്യാറുണ്ട്. അതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അതിനൊരു പ്രോത്സാഹനം എന്ന വണ്ണം ഈ ആയുർവേദ മെഡിസിൻ വിഭാഗം നമുക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിലേക്ക് വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഈ നാടിന് തന്നെ നന്മയുണ്ടാകുന്ന വിധത്തിലാണ് ഇവിടെ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ, മരുന്ന് വിതരണം, അങ്ങനെ ചികിത്സാ രീതികൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഇതിന്റെ നന്മ ഇന്ന് ഇവിടെ വരുന്നവർക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്. ആയുർവേദത്തെ പറ്റിയിട്ട് ദീർഘമായിട്ടൊരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേദിയിൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എങ്കിൽ പോലും 2020 കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കോവിഡ് മഹാമാരി എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തം നാടിനെ പിടിച്ചുമുറുക്കിയ സമയത്ത് വലിയ രീതിയിൽ ആളുകൾക്ക് ആയുർവേദത്തെ പറ്റിയിട്ട് നല്ലൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനു
അതിനു മുൻപ് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പോലും ആയുർവേദം ഗുണമാകുമോ എന്നുള്ള ചിന്ത പോലും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കോവിഡിന്റെ സമയം തൊട്ടിട്ട് അല്ലെങ്കിൽ അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ആളുകൾ ആയുർവേദത്തെ ഉപയോഗിക്കുവാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, പ്രസൂതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മുടെ ആയുർവേദത്തിലുണ്ട്. ഗർഭകാലത്തുള്ള പരിചരണത്തിനും എല്ലാം വേണ്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി പോലും നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല. നല്ലൊരു വിഭാഗം തന്നെയാണ് പ്രസൂതി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതും എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊരു ആയുർവേദ ക്ലിനിക്ക് ഇവിടെ ആരംഭിക്കണം എന്നുള്ളത് തുടക്കം മുതലുള്ള അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ആയി സേവനം തുടങ്ങുന്ന സമയം മുതലേ അതിനുവേണ്ടി ആഗ്രഹിച്ചു. ആ ഒരു നിലയിൽ നല്ല ഒരു ക്ലിനിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു. എന്ന് വെച്ചാൽ ഔപചാരികമായി റിവൈവൽ ആയുർവേദിക് ക്ലിനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. എന്നാൽ കുറച്ചുകൂടി വിപുലീകരിച്ച സൗകര്യങ്ങൾ ഇതിലുണ്ടാവണം എന്നുള്ള ഒരു പൊതുനിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് കുറെ കൂടി കാര്യങ്ങളൊക്കെ വിപുലീകരിക്കുകയുണ്ടായി. നമുക്കറിയാം, ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് നല്ല സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ചികിത്സാവിധി നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ മലയാളി സമൂഹം, കേരളീയ സമൂഹം ഇന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ തരത്തിൽ മികച്ച ഒരു സേവനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ക്ലിനിക്കിൻ്റെ വിപുലീകരണം ഒക്കെ സാധ്യമാക്കിയതിനു ശേഷം ഇപ്രകാരം ഒരു മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി നമ്മുടെ നാട്ടുകാരായ ആളുകളെ അവർക്ക് വേണ്ടുന്ന വിധത്തിൽ ഈ ക്ലിനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി വേണം ആരംഭിക്കാൻ എന്നുള്ള ഒരു പൊതുചിന്ത ഉണ്ടായി. കുറേ നാളത്തെ കാലത്തിന് ശേഷമാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് നിലകൊള്ളുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. കാരണം നമ്മൾ ഇവരുടെ ഇതിൻ്റെ സഹകരണങ്ങളുടെ ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു. പിതൃവേദി പ്രസിഡന്റ് ഫ്രാൻസിസ് മാളിയേക്കൽ സ്വാഗതവും ഡോക്ടർ എം നീതാപോൾ നന്ദിയും രേഖപ്പെടുത്തി. ഡോക്ടർ സി ഡി സഹദേവൻ, ഡോക്ടർ അനു ചാക്കോ, ഡോക്ടർ എം നീതാപോൾ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. റിവൈവൽ ആയുർവേദിക്സിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസ ചികിത്സയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ 6282-064-227 എന്ന നമ്പറിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മൽ കൊടുക്കാനുണ്ടായിരുന്നു. ഇതെന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്.